ഇവാഞ്ചലിയും അനുദിന സുവിശേഷ വിചിന്തനം. ലൂക്കായുടെ വിശുദ്ധ സുവിശേഷം 11 അധ്യായം 14 മുതൽ 23 വരെയുള്ള വാക്യങ്ങൾ. യേശുവും ബേൽസെബൂലും. ഇന്നത്തെ സുവിശേഷത്തിൽ യേശുനാഥൻ ഊമയായ ഒരു മനുഷ്യനിൽ നിന്ന് പിശാചിനെ ബഹിഷ്കരിക്കുകയാണ്. കുറേ ആളുകൾ യേശുവിൻ്റെ ഈ പ്രവൃത്തി കണ്ട് യേശുവിൽ അത്ഭുതപ്പെടുന്നുണ്ട്. യേശുവിന് ലഭിച്ചിരിക്കുന്ന അധികാരം കണ്ടിട്ടാണ് ജനങ്ങൾ യേശുവിൽ അത്ഭുതപ്പെടുക. ആ കൂട്ടത്തിൽ തന്നെയുള്ള മറ്റു ചില ആളുകൾ ഇപ്രകാരം പറയുന്നുണ്ട്: യേശു പിശാചുക്കളുടെ തലവനായ ബേൽസെബൂലിനെ കൊണ്ടാണ് പിശാചുക്കളെ ബഹിഷ്കരിക്കുന്നത്. മറ്റു ചില ആളുകൾ യേശുവിനെ പരീക്ഷിക്കുവാനായിട്ട് സ്വർഗത്തിൽ നിന്ന് ഒരു അടയാളം കൂടി ആവശ്യപ്പെടുന്നുണ്ട്. നമ്മുടെയൊക്കെ സമൂഹത്തിൻ്റെ ഒരു പരിച്ഛേദമാണ് ഈ ഒരു സുവിശേഷത്തിലൂടെ നമുക്ക് കാണുവാനായിട്ട് സാധിക്കുക. നമ്മുടെ കൂട്ടത്തിലൊക്കെ ആരെങ്കിലും നല്ല കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോൾ ഒരുപക്ഷെ നമുക്കിഷ്ടപ്പെട്ട ആളുകളാണ് ഇങ്ങനെയുള്ള നല്ല കാര്യങ്ങളൊക്കെ ചെയ്യുക എങ്കിൽ അവരെ പ്രശംസിക്കുവാനും അവർ ചെയ്ത ആ ഒരു നല്ല കാര്യത്തിൽ അഭിമാനം കൊള്ളുവാനൊക്കെ നമുക്ക് പലപ്പോഴും സാധിക്കാറുണ്ട്. ചില സാഹചര്യങ്ങളിൽ ഇതിന് വിപരീതമായിട്ട് നമുക്കിഷ്ടപ്പെടാത്ത ആളുകൾ, നമ്മുടെ ചിന്തകളുമായിട്ട് ചേർന്ന് നിൽക്കാത്ത ആളുകൾ ഇതിന് സമാനമായ നല്ല പ്രവൃത്തികൾ ചെയ്താൽ ഒരുപക്ഷെ പലപ്പോഴും നമ്മളത് അംഗീകരിച്ചു കൊടുക്കാറില്ല. ഈ ഒരു കാര്യം തന്നെയാണ് സുവിശേഷത്തിൽ നമ്മൾ കാണുക. യേശുനാഥൻ ചെയ്ത പ്രവൃത്തി ഉദാത്തമായ ഒരു കാര്യമാണെന്ന് നമുക്കറിയാം. അവിടെ നിന്നിരുന്ന പല ആളുകളും അത് സമ്മതിച്ച് കൊടുക്കുന്നുമുണ്ട്. എങ്കിൽ തന്നെയും ഇത് ഒരു നല്ല പ്രവൃത്തിയാണെന്ന് അംഗീകരിക്കുവാനായിട്ട് അവിടെ കൂടിയിരിക്കുന്ന ചില ആളുകൾക്ക് സാധിക്കുകയില്ല. ചില സുഹൃത്ത് ബന്ധങ്ങൾക്കിടയിലൊക്കെ ഇങ്ങനെയുള്ള സംഭവങ്ങൾ നടക്കാറുണ്ട്. സ്നേഹത്തിലും സന്തോഷത്തിലുമൊക്കെ ആയിരിക്കുന്ന അവസരത്തിൽ തൻ്റെ സുഹൃത്ത് ചെയ്യുന്ന എല്ലാ കാര്യങ്ങളും നല്ലതാണെന്നും ജീവിതത്തിന് ഉപകരിക്കുന്നതാണെന്നുമൊക്കെ ചിന്തിക്കുന്ന ആളുകൾ ഈ ബന്ധത്തിൽ ഉലച്ചിലുകൾ ഉണ്ടാകുമ്പോൾ അവർ ചെയ്യുന്ന കാര്യങ്ങളെല്ലാം മോശമായിട്ട് ചിത്രീകരിക്കുവാൻ തുടങ്ങും. ഒരുപക്ഷെ അവർ നേരത്തെ ചെയ്തിരുന്ന നല്ല പ്രവൃത്തികൾ പോലും മോശമായ ഉദ്ദേശത്തോടു കൂടെയാണ് ചെയ്തിരുന്നത് എന്നുള്ള രീതിയിൽ ആളുകൾ സംസാരിക്കാൻ തുടങ്ങും. സ്നേഹം നിറഞ്ഞവരെ, നല്ല പ്രവൃത്തികൾ അത് ആരുടെ ഭാഗത്തു നിന്ന് ഉണ്ടായാലും അതിനെ സ്നേഹപൂർവ്വം അംഗീകരിക്കുവാനും ആദരിക്കുവാനുമൊക്കെ നമുക്ക് കഴിയുമ്പോഴാണ് അവരെ ബഹുമാനിക്കുവാനായിട്ട് നമുക്ക് സാധിക്കുക. നമ്മുടെ സഹോദരങ്ങൾ ചെയ്യുന്ന എല്ലാ നല്ല പ്രവൃത്തികളും അംഗീകരിക്കുവാനും അതിനനുസരിച്ച് അവരോട് സ്നേഹത്തോടെ തിരികെ പെരുമാറുവാനും സംസാരിക്കുവാനുമൊക്കെ നമുക്ക് ഓരോരുത്തർക്കും സാധിക്കട്ടെ എന്ന് പ്രത്യേകമായി നമുക്ക് പ്രാർത്ഥിക്കാം. അങ്ങനെ എല്ലാവരും ദൈവത്തിൻ്റെ മക്കളാണെന്നും അവർ ചെയ്യുന്ന നല്ല പ്രവൃത്തികൾ ദൈവത്തിൽ നിന്നാണ് വരുന്നതെന്നും നമുക്ക് തിരിച്ചറിഞ്ഞുകൊണ്ട് നമ്മുടെ സഹോദരങ്ങളോട് സ്നേഹത്തോടെ നമുക്കായിരിക്കാം. ഈ ഒരു കൃപയ്ക്ക് വേണ്ടി നമുക്ക് ദിവ്യബലിയിൽ പ്രാർത്ഥിക്കുകയും ചെയ്യാം. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ.